പായ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം 3-4 പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. അതിനെനക്ക് എവിടെയാണ് താടി? ഒന്ന് വേഗം വന്ന് കിടക്കടി. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ആട് കരയുന്നു. ആ കള്ളക്കഴിവ് ഒരു പിന്നെയും തുടങ്ങി. ഏത് ഭാഗത്താ കണ്ടത്? നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ? പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആൻഡോ, ഞമ്മക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് പോടാ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ പുലി ഓടിപ്പോവും. പിന്നെ മഷീട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാളും പറ്റിയാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവർ വാടാ. അവന്റെ ഒരു ഉപദേശം. പുലി വീണോ? ഇല്ല, കൊണ്ടില്ല. പുലി ആ മടയെ കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെങ്കിൽ കത്തിക്ക്. നേരം വെളുക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ഒറ്റ വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂള് വഴിക്കാതെ ആൻഡോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ വാറുണ്ണി. ഒന്ന് പൂള് വെക്കില്ലേ? വാറുണ്ണിയെ ഇതിലിപ്പോ ഒരിട്ട് പേടി വെച്ചാ പിന്നെയും നടക്കണല്ലേ? പട്ടാൾക്കാർ തോക്ക് കിട്ടണം. ഒറ്റ ഉണ്ടിട്ട് വെടി വെച്ചാ പിന്നെ വെടിയിൽ പേടിയാ. ഡിഷു 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 ഡിഷു. അത് മെഷീൻ ഗൺ.
നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണണ്ടി വരും കമ്പി. ഓടോ.